പച്ചരിയും മുളകും കുതിർത്തത്, ചെറുപയർ 250 ഗ്രാം കുതിർത്തത്, അരമുറി തേങ്ങ തിരുകിയത്, 2 സവാള അരിഞ്ഞതും കറിവേപ്പിലയും, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ജീരകവും കായവും, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്. അങ്ങനെ 1 2 3 4 5 6 പാത്രത്തിലായി 10 11 ഐറ്റം. ഇതെല്ലാം കൂടി നമുക്കിനി അരച്ചെടുക്കാം. വൃത്തിയായി അരച്ചെടുത്തു. അരച്ച് കഴിയുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് എടുക്കേണ്ടുന്നത്. ഇനി നമുക്കിത് തവയിലൊഴിച്ച് ദോശ ചുട്ടെടുക്കാം. വെളിച്ചെണ്ണ പുരട്ടിയ തവയിൽ നമ്മൾ ഈ മാവ് ഒഴിച്ച് ദോശ ചുടുന്ന രൂപത്തിൽ ചുട്ടെടുക്കാം. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് രാവിലെ നമുക്ക് ഇത്രയും സാധനം ഉണ്ടെങ്കിൽ. ഈ കാലത്ത് നമുക്ക് കൊറോണ കാലത്ത് ഇതിനകത്ത് എല്ലാ ആരോഗ്യത്തിന് വേണ്ടുന്ന പയർ, ഇഞ്ചി, കായം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുമുണ്ട്. നമുക്കിത് ഉണ്ടാക്കി പെട്ടെന്ന് വലിയ കഷ്ടപ്പാടൊന്നും പെടേണ്ടി വരത്തില്ല. പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു രാവിലത്തെ ലഘു ഭക്ഷണത്തിൻ്റെ ഒരു മാവാണ്. ഈ മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ അരച്ചെടുത്താൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിന് നമുക്ക് 2 ദോശ ഉണ്ടാക്കി വൈകുന്നേര സമയത്തുമൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വടദോശ. അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ ചെറിയ ഉള്ളി അരിഞ്ഞ് അതിനകത്ത് വെളിച്ചെണ്ണയും മുളക് പൊടിയും ഉപ്പും ഇട്ട് കുഴച്ചുണ്ടാക്കിയ ചമ്മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കാം. എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ. കൊള്ളാം, നല്ല ടേസ്റ്റ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ.